ഹലോ. ചുമ്മാ വീട്ടിൽ ഇരുന്നപ്പോൾ ഒരു മിനി വ്ലോഗ് എടുക്കാന്ന് വിചാരിച്ചെടുത്തതാ. പക്ഷെ അതൊരു മിനി ഡേ ഇൻ മൈ ലൈഫായി മാറി. രാവിലെ ആരും ഇല്ലായിരുന്നു വീട്ടിൽ, ഞാനും ഇവനും മാത്രമേ ഉള്ളായിരുന്നു. ഇവനെ എന്നെ ഏൽപ്പിച്ചിട്ടാണ് വീട്ടിൽ നിന്ന് പോയതെല്ലാവരും. അങ്ങനെ ഞങ്ങൾ പോയി കിടന്ന് ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോയേ. ദോശയും സാമ്പാറും ആയിരുന്നു എന്നും ഉണ്ടാക്കുന്നതിനേക്കാളും ടേസ്റ്റ് ഉണ്ടായിട്ട് ഞാൻ രണ്ടെണ്ണം എടുത്തോളൂ. അതെല്ലാം കഴിഞ്ഞ് പുറത്തോട്ട് നിന്നപ്പോഴാണ് അപ്പൂപ്പൻ അപ്പുറത്തെ വീട്ടിൽ മാങ്ങ കൊണ്ടുപോയി കൊടുക്കുന്നത് കണ്ടത്. അത് കണ്ട് ഞങ്ങൾ രണ്ടുപേരും താഴെ ഇറങ്ങി കുറച്ച് മാങ്ങ കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴേക്കും അമ്മൂമ്മയും അപ്പൂപ്പനും ഒക്കെ പുറത്തു പോയിട്ട് വന്നായിരുന്നു. ഞങ്ങൾ മാങ്ങ കഴിക്കാൻ വേണ്ടി താഴോട്ട് ഇറങ്ങിയപ്പോഴത്തേനും ഋതു ഒരു കാരണവശാലും വരത്തില്ല. കിടന്ന് ഓട്ടവും ചാട്ടവും ബഹളവും ഒക്കെ ആയിരുന്നു. പിന്നെ എങ്ങനെയെങ്കിലും മാങ്ങ കഴിക്കാൻ കൊണ്ടുപോയി കുറെ മാങ്ങയൊക്കെ തീറ്റിച്ചു. കാരണം ഇവൻ രാവിലെ ദോശയൊന്നും തിന്നില്ലായിരുന്നു. പിന്നെ പഴുപ്പിക്കാൻ വെച്ചിരുന്ന മാങ്ങയെല്ലാം പഴുത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനകത്തുനിന്ന് ഞാൻ എനിക്കിഷ്ടമുള്ള ഒരെണ്ണം എടുത്ത് ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട്. ഫ്രിഡ്ജ് വെക്കേണ്ട കാര്യമില്ലായിരുന്നു, എന്നാലും ഞാൻ വെച്ച് നാളെ എനിക്ക് ഷേക്ക് അടിച്ച് കുടിക്കാൻ വേണ്ടി. പിന്നെ ഞാൻ നോക്കിയപ്പോഴത്തേന് പുതിയ പച്ചമാങ്ങകളെല്ലാം പഴുക്കാൻ വേണ്ടി അപ്പൂപ്പൻ കെട്ടി വെക്കുന്നുണ്ട്. മറ്റേ പശുവിനൊക്കെയും കൊടുക്കുന്ന കച്ചിക്കകത്താന്ന് തോന്നി ഈ മാങ്ങയൊക്കെ പഴുക്കാൻ വെച്ചിരിക്കുന്നത്. അപ്പോഴത്തേനും ഭയങ്കര മഴ. അപ്പൊ പിന്നെ മാവിനകത്തൊക്കെ പിന്നെയും മാങ്ങ പൂത്തിരിക്കുന്നതൊക്കെ നോക്കി ഇവനാണെ മഴയത്ത് ഭയങ്കര ഓടിക്കളിയായിരുന്നു. മാക്സിമം ഞാൻ വെള്ളത്തിൽ ഇറങ്ങാതിരിക്കാൻ നോക്കി, എന്നാലും ഞാൻ പിന്നെ അവസാനം നടക്കുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ ഞാൻ ഇവനെ കൊണ്ട് മേളിപ്പോയി. പിന്നെ മേളിൽ പോയി ഇരുന്ന് കുറച്ച് നേരം മഴയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അമ്മയും അമ്മൂമ്മയൊക്കെ വന്നു. അവർ വന്നപ്പോഴത്തേനും നമുക്ക് 2 ചോക്ലേറ്റ് മേടിച്ചു തന്നു. അതും കഴിച്ചോണ്ടായിരുന്നിരുന്നു. ഇവൻ എൻ്റെ ചോക്ലേറ്റും വേണമെന്ന് പറഞ്ഞു. ഒന്നും ഞാൻ കൊടുത്തില്ല. അത് കഴിഞ്ഞ് മഴയൊക്കെ മാറി അത് നോക്കി കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേനും ഉച്ചക്കത്തെ ചോറ് വന്നു. ചോറ് കഴിച്ചപ്പോഴത്തേനും അമ്മാമ്മ തിരിച്ച് കൊല്ലത്ത് പോകാൻ പോകുന്നു ഗൈസ്. അത് കഴിഞ്ഞ് ചായയൊക്കെയും കുടിച്ചു. അപ്പോൾ ഇന്നത്തെ ഒരു മിനി ഡേ ഇൻ മൈ ലൈഫ് ഇത്രേ ഉള്ളൂ ഗൈസ്. ബൈ.